പ്രതികരണങ്ങളാണ് വരുന്നത്. ഒരു ഉദാഹരണം പറയാം, ഞാൻ പേര് പറയില്ല. ഞാൻ അവിടെ ജോലിക്ക് കയറി. പല സോഴ്സിൽ നിന്നും അവിടെ പണം വരാറുണ്ട്. പല സോഴ്സിൽ നിന്നും വരാറുണ്ട് പണം. ചിലർ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നോ അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ അവിടുന്ന് കൊടുത്തയക്കുന്ന ആ പണം കൊണ്ടവിടെ അടയ്ക്കാറുണ്ട്. ഈ കൊണ്ടുവരുന്ന പണം അല്ലെങ്കിൽ ചെക്ക് ഇത് മുഴുവനും അന്നന്ന് കണക്കിലെഴുതാൻ പറ്റാത്തൊരു അവസ്ഥ ഞാൻ കണ്ടത്. ചില ദിവസം ഒരു ദിവസം കൊണ്ട് അത് മുഴുവനും കണക്കിൽപ്പെടുത്താൻ പറ്റാത്ത ഒരു അവസരം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ ഒരു ചിട്ട വെച്ചു. ഒരു കാര്യം ചെയ്യുക, ആര് പണം കൊണ്ടുവന്നാൽ അതിൻ്റെ കൂടെ ഒരു ചെറിയ ഒരു മെമ്മോ അല്ലെങ്കിൽ കത്തെഴുതുക, സ്ലിപ്പ് എഴുതുക. ഇത് ഇന്നിടത്തുനിന്ന് വരുന്നതാണ്, ഇന്ന ആവശ്യത്തിനാണ്, ഇതിൻ്റെ റെസിപ്റ്റ് തരണം. അത് പണം കൂടി തന്നാൽ നമുക്ക് അപ്പം തന്നെ ആ ചീട്ടുമായിട്ട് അതിലെഴുതുക, ഇത്ര പണം ഇന്ന പാസ്റ്റർ ഇന്ന ആളുടെ ഇത് കിട്ടുന്ന എഴുതി വെച്ച് അത് പ്രിന്റ് ചെയ്താൽ അതെല്ലാം കൂടെ വൈകിട്ട് പേർക്ക് എടുത്താൽ മതി. കണക്കെഴുതാൻ ഒരു നല്ല ഉദ്ദേശം പലരും അത് ചെയ്തു തുടങ്ങി. അത് പ്രയോജനമായിട്ടാണ് മനസ്സിലായി. ഒരു ദിവസം ഒരു ദേവദാസൻ അവിടെ കടന്നു വന്നു. അപ്പോൾ ഒന്ന് ചെക്കോ കാര്യമോ കുറച്ച് പണമൊക്കെ അവിടെ ഏൽപ്പിച്ചു. എന്നെ മുമ്പിലാണ് വെച്ചത്. അപ്പം ഞാൻ പറഞ്ഞ പാസ്റ്റർ ഒരു ഉപകാരം ചെയ്യും, ഒരു സ്ലിപ്പ് എഴുതിയിട്ട് ഇന്ന സഭയിൽ നിന്ന് വെളിയിൽ നിന്ന് വന്നാൽ ഇന്ന സഭയിൽ നിന്ന് കൊടുത്തയച്ചതാണ്, ഇന്ന പർപ്പസിനാണ്, നമുക്ക് സ്ലിപ്പ് എഴുതി തന്നാൽ ഉപകാരമാണ്, അത് ക്രെഡിറ്റ് ചെയ്യാൻ ഞങ്ങളുടെ അക്കൗണ്ട് ബുക്കിൽ എഴുതാനായിട്ട്. അല്പം പരിചയമുള്ള പാസ്റ്ററാണ്. പിള്ളേരുടെ പ്ലാനങ്ങ് മാറി, ദൈവദാസന്റെ നിലയങ്ങ് മാറി. നേരെ റഫായി, നിങ്ങൾക്ക് വേണേ എടുത്താൽ മതി, ഇത്രയും ബുദ്ധിമുട്ട് കാശ് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് വേണേ എടുത്തില്ലെങ്കിൽ സ്ലിപ്പൊന്നും എഴുതാൻ സൗകര്യമില്ല. പിന്നെ വല്ലാതെ ഞാനവിടെ ചെറിയ കഥയായില്ല. അവിടെ കോടതിയിൽ നിന്ന് ഒരു നല്ല ജോലിയും കഴിഞ്ഞ് ഇറങ്ങി അവിടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ മറുപടി വന്നപ്പോൾ സൗകര്യമില്ല, നിങ്ങൾക്ക് വേണേ എടുത്താൽ മതി. ഒരു മുതിർന്ന ദേവദാസൻ, ഇന്ന് അദ്ദേഹം വലിയ ദേവദാസനായിട്ട് തന്നെ ഒരു ഇടത്തിലുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടത്. ഇതൊന്നും നിയന്ത്രിക്കുന്നതിനോ ക്രമപ്പെടുത്തുന്നതിനോ ഉപദേശിക്കുന്നതിനോ ആരും മുൻപോട്ട് വരില്ല. അല്ലെ അതിനുവേണ്ടി ഒരു ക്ലാസ് വയ്ക്കണം, അതിനുവേണ്ടി ഒരു ക്രമീകരണം വയ്ക്കണം. അങ്ങനെ അവിടെ പല വർഷങ്ങളിലെ ഇലക്ഷന്, കോൺഫറൻസ്, മറ്റ് മീറ്റിങ്ങിലൊക്കെ ഞാൻ പങ്കെടുത്ത് പുറകിൽ നിന്ന് ചെയ്യാവുന്നതൊക്കെ ചെയ്തു കൊടുത്തു. ചില 1-2 വർഷം മുൻപാണെന്ന് തോന്നുന്നു ഒരു പ്രത്യേക സംഭവമാണ്. ഞാൻ അവിടുത്തെ സഭ ട്രിബ്യൂണലിലുണ്ടായിരുന്നു. നിങ്ങളുടെ അറിവിന് വേണ്ടി പറയണം, നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. എന്തുകൊണ്ട് എന്നെപ്പോലെയുള്ള ഒരാൾ ഇതിലിറങ്ങി വന്നിരിക്കും. സഭാ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സഭാ കോടതി സമുദായങ്ങൾക്കൊക്കെ ഉണ്ട്. സഭകൾ തമ്മിലോ സഭകളും പാസ്റ്റർമാർ തമ്മിലൊക്കെ എന്തെങ്കിലൊരു പ്രശ്നം വന്നാൽ അത് തീരുമാനിച്ച് അത് കേട്ട തെളിവെടുത്തൊരു തീരുമാനം ഉണ്ടാക്കും. ഞാൻ പല പ്രാവശ്യം പല വർഷങ്ങളിൽ സഭാ ട്രിബ്യൂണലുണ്ടായിരുന്നു. അത് നമ്മുടെ ഭരണഘടന പ്രകാരം ഉള്ള ഒരു സ്ഥാപനമാണ് സഭാ കോടതി, സഭാ ട്രിബ്യൂണൽ. അപ്പം അതിൽ എഴുതിയിരിക്കുന്നത് ഇതിൽ 2 കക്ഷികളെ വിളിച്ച് കേൾക്കണം, തെളിവെടുക്കണം, അവരെ കേൾക്കണം, ന്യായമായ തീരുമാനം എഴുതണം. ആ തീരുമാനം എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് കൊടുക്കണം. ശ്രദ്ധിക്കണേ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആ തീരുമാനങ്ങൾ വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് തിരിച്ച് ഈ സഭാ കോടതിക്ക് കൊടുത്തിട്ട് പറയണം, നിങ്ങളതൊന്നുകൂടെ വിചിന്തനം ചെയ്തിട്ട് വലിയ വ്യത്യാസം വരുത്തണമെങ്കിൽ വരുത്തി തരണം. ഓക്കെ. 1-ലധികം കേസുകളിൽ ഞങ്ങൾ തീരുമാനം കൊടുത്തിട്ട് അവരെ മടക്കി. ഞങ്ങൾ ഒന്നുകൂടി വായിച്ചിട്ട് യാതൊരു വ്യത്യാസവും ഇതിൽ വരുത്താൻ പറ്റില്ല, ഞങ്ങൾ എഴുതിയത് തന്നെയാണ്, കാരണം വാശിയല്ല, എൻ്റെ ശരിയായ സത്യാവസ്ഥയാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യം അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞു മടക്കി കൊടുത്തു. പക്ഷെ ഭരണഘടനയിലെ വ്യവസ്ഥ എന്താണെന്നറിയാമോ? ചർച്ച് ട്രിബ്യൂണലിൻ്റെ തീരുമാനം അന്തിമമായിരിക്കും. ഞാൻ കുറച്ച് കോടതി ജോലി ചെയ്തുകൊണ്ട് പറയുകയാണ്, അതിന് മുകളിൽ അപ്പീലില്ല. ചർച്ച് ട്രിബ്യൂണലിൻ്റെ അവസാനത്തെ തീരുമാനത്തിൻ്റെ പുറത്തോ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ കൊടുത്ത എല്ലാ അവസാന തീരുമാനങ്ങളും അവർ വ്യത്യാസം. ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട്
ഞാൻ അതിൻ്റെ പേര് പറയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് താല്പര്യമുള്ള ആൾക്കാരുടെ കേസ് അവർക്കെതിരായിട്ട് ഞങ്ങൾ എഴുതിയത് ആ ഭാഗമൊക്കെ വെട്ടിക്കളഞ്ഞു. ഒരു വ്യവസ്ഥാപിതമായിട്ട് പോകുന്ന ഒരു സഭയുടെ നേതൃത്വത്തിന് ഞങ്ങളെ ഭരണഘടനാ സ്ഥാപനമായ ചർച്ചയ്ക്കുള്ള തീരുമാനം അവർക്ക് താല്പര്യമുള്ള ആൾക്കെതിരായിട്ട് ഞങ്ങൾ പേന ചൂണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം വെട്ടിക്കളയുവാനോ അത് വെള്ളപ്പേപ്പർ വെച്ച് ഒട്ടിച്ചിട്ട് വേറെ കോപ്പി എടുക്കുവാനോ ഒക്കെ അവരെ മുതിർന്നു. ഇത് ഒരു ദൈവികമായ പ്രവർത്തനമല്ല. നമ്മുടെ സഭയെന്ന് പറഞ്ഞ ഒരു ആത്മീയ പ്രസ്ഥാനമാണ്. അതിൽ കളവ് പാടില്ല, മുഖപക്ഷം പാടില്ല. സത്യസന്ധമായി നിഷ്കളങ്കമായി പരമാർത്ഥമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. എനിക്ക് അന്ന് മുതൽ മാനസികമായിട്ട് വിഷമമുണ്ടായി. ഞങ്ങൾ പല കേസുകളും കേട്ട തീരുമാനമെടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ്. അവസാനം എൻ്റെ ശ്രദ്ധ വന്ന ഒരു കേസാണ് ഞാൻ പറയാനാണ്. അതാണ് ഞാൻ ഈ പരുവത്തിലായി തീരാൻ കാരണം. ഈ പരുവം എന്ന് പറഞ്ഞാൽ ഈ നിലപാട് ഇറങ്ങി തരാനുള്ള കാരണം. നമ്മുടെ സഭയിലെ ഏതാണ്ട് 50 വർഷം പരിചയമുള്ള ഒരു വളരെ സമ്മതനായ പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ മകൻ ഒരു ഓർഡിനേഷൻ കിട്ടിയ പാസ്റ്റർ. ഇവരുടെ 2 പേരും ശുശ്രൂഷന്മാരാണ്. ഇവരുടെ 2 പേരുടെയും ശുശ്രൂഷയ്ക്കും കുടുംബജീവിതത്തിനും പ്രയാസം വരത്തക്ക വിധത്തിൽ വേറെ 2 പാസ്റ്റർമാർ ഇടപെട്ട് പ്രവർത്തിച്ചു. ഒരു പ്രെസ്ബിറ്ററും നേരത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇരുന്ന ഒരാൾ. അവർ പ്രവർത്തിച്ചത് വളരെ മോശമായ കാര്യമാണ്, മോറൽ ഇഷ്യൂ ആണ്, അസന്മാർഗിക കാര്യമാണ് അവർ 2 പേരും ചെയ്തത്. അവരുടെ ആ പ്രവൃത്തി കൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? ആ പാസ്റ്റർ മകൻ്റെ കുടുംബം അനാഥമായി, ശുശ്രൂഷ പോയി, പാസ്റ്ററും പാസ്റ്റർ കുടുംബം എല്ലാവരും തകർന്നു. വിഷയങ്ങൾ പറയാൻ ഇവിടെ പരസ്യമായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ചെറിയ വാക്കിൽ പറഞ്ഞാൽ വ്യഭിചാരം. ഇനി ആ വാക്ക് പറയില്ല. അതിൽ കിടന്ന് കുളിച്ച് കിടക്കുകയാണ്. ആ വിഷയം വന്നു. ഫിലിപ്പ് സാറിൻ്റെ കാലത്താണ് കാര്യം. ഒരു ആദ്യ തീരുമാനമില്ല, ഒരു പ്രാരംഭമായിട്ട് ചില കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞിട്ട് ഇത് ചെയ്തെന്ന് അറിയാമോ? 1-2 പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. കാട്ടാക്കട, തിരുവനന്തപുരം, ദക്ഷിണ മേഖലയുള്ള ആൾക്കാർ അത് ശ്രദ്ധിക്കണം. ഒരു പ്രാരംഭ തീരുമാനമായിട്ട് ഈ 2 പേരെയും 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. അതില്ല ഇതിനകത്തുണ്ട്, വെറുതെ പറയല്ല, ആധികാരികമായിട്ട് പറയാണ്. 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. നിങ്ങൾ ചെയ്ത പ്രവൃത്തി ശരിയല്ല എന്ന് പറഞ്ഞു. സഭയ്ക്ക് പൊറുക്കാവുന്നതല്ല, ദൈവമക്കൾക്ക് യോജിച്ചതല്ല എന്നൊക്കെ പറഞ്ഞ 3 മാസത്തേക്ക് സസ്പെൻഡ്. അവർ പണമുള്ളവരാ, സ്വാധീനമുള്ളവരാ. അവരെ പുനലൂര് മുനിസിപ്പൽ കോടതി കൊണ്ട് കേസ് കൊടുത്തു. ഞങ്ങളെ 2 പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ആ സസ്പെൻഷൻ ഓർഡർ ക്യാൻസൽ ചെയ്യണം, സ്റ്റേ ചെയ്യണം. ആ കേസ് വക്കീലാണ് കൈകാര്യം ചെയ്തെങ്കിൽ ഞാനാണ് കൂടുതൽ പണിയെടുത്തത്. കോടതി അതെല്ലാം വിശദമായിട്ട് കേട്ടു. എന്നിട്ട് പുനലൂരിലെ മുനിസിപ്പൽ പറഞ്ഞു, ഞാനിതിൽ ഇടപെടുന്നില്ല, തള്ളിക്കളഞ്ഞു. ഈ വിഷയത്തിൽ ഞാൻ ഇടപെടുന്നില്ല എന്ന് തള്ളിക്കളഞ്ഞു. അവരുടെ അപേക്ഷ തള്ളിക്കളഞ്ഞു. വരുന്നു പണമുള്ളവരല്ലേ, അവർ പുനലൂർ തന്നെയുള്ള അടുത്ത കോടതിയിൽ സബ് കോടതി കൊണ്ട് അപ്പീൽ കൊടുത്തു. ഇങ്ങനെ ഞങ്ങൾക്കൊരു സസ്പെൻഷൻ വന്നു, അത് സ്റ്റേ ചെയ്യാൻ താഴത്തെ കോടതി പറഞ്ഞിട്ട് അവർ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് മേൽക്കോടതി അത് ചെയ്തു തരണം. അവിടെയും കുറച്ച് കാലം അവർ കാര്യകാരനെല്ലാം അവസാനം അതും തള്ളി കൈ കൊടുത്തു. ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു. 2 അതിന് പുറത്ത് ഹൈക്കോടതി പോയി കേസ് കൊടുത്തു. കോടതിയിൽ സാധാരണ അല്പം കോടതി കാര്യങ്ങൾ അറിയാവുന്നവർക്കറിയാം, കൺസിക്യൂട്ടീവായിട്ട് അടുത്തടുത്ത് 2 കോടതി ഒരേ തീരുമാനം ഇട്ടാൽ പിന്നെ അതിലൊന്നും ആരും ചെയ്യില്ല. താഴത്തെ കോടതിയും തള്ളി, അടുത്ത കോടതിയും തള്ളി, അടുത്ത കോടതി, ഇതെല്ലാം
അടുത്തടുത്ത് വരികയാണെങ്കിൽ പിന്നെ ആരും ഇടപെടില്ല അതിനകത്ത്. എന്താ കഴമ്പുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അത് ചെയ്തത്. ഹൈക്കോടതിയിൽ പോയിട്ട് ഒരു 5-6 മാസം അതിട്ട് കറക്കി. അവരും പറഞ്ഞു ഞങ്ങളും ഇടപെടുന്നില്ല. എങ്ങനെയുണ്ട്? നമ്മുടെ 2 പാസ്റ്റർമാരുടെ പേരിലുള്ള സാൻമാർഗിക കാര്യങ്ങളെക്കുറിച്ചുള്ള വിഷയത്തിലാണ് ഹൈക്കോടതി. ഞാൻ വ്യക്തമായ കാര്യങ്ങൾ വ്യക്തമാക്കി തരാം. ഹൈക്കോടതി നിന്ന് അവരെന്ത് ചെയ്യുന്നു? ഒരു കാര്യം ചെയ്യും, ഇത് മുനിസിപ്പൽ കോടതിക്ക് തന്നെ മടങ്ങിപ്പോകട്ടെ. ഇപ്പോൾ അവർ തെളിവെടുക്കാതെ പെട്ടെന്ന് ചെയ്ത കാര്യമില്ല. ഒന്നുകൂടെ തെളിവൊക്കെ എടുത്തിട്ട് രണ്ടാമത് 6 മാസത്തിനകത്ത് അവർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. മുനിസിപ്പൽ കോടതിക്ക് വന്നു. ഇനിയുമാണ് ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. ട്വിസ്റ്റ് എന്ന് പറയാം, അത് ഭാഷയാണ്. ട്വിസ്റ്റ് ഉണ്ടാകും. ഇലക്ഷൻ്റെ സമയമായി. ഈ പറഞ്ഞിരിക്കുന്ന 2 പ്രതിസ്ഥാനം നിൽക്കുന്നവരും ഇലക്ഷനിൽ ഇടപെടാൻ തുടങ്ങി. ഒരു ഗ്രൂപ്പിനെ സഹായിക്കാൻ തുടങ്ങി. അവരുടെ മീറ്റിങ്ങുകൾക്കൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുനിസിപ്പൽ കോടതിയിലെ സമയമായി. 6 മാസം കൊടുത്തിരിക്കണം. അവർ ചോദിച്ചപ്പോൾ അവർക്ക് അങ്ങനെയാണ് ഇതിലെ സാക്ഷികളെ എല്ലാം വിസ്തരിക്കണം അങ്ങനെ പറഞ്ഞു. ഏതായാലും രണ്ടാമത് മുനിസിപ്പൽ കോടതി വന്നു കഴിഞ്ഞപ്പോൾ ഇവരൊരു പരിപാടി എടുത്തു, കോംപ്രമൈസ് ആക്കാം. കോംപ്രമൈസ്. ഇതെങ്ങനെ കോംപ്രമൈസ് ആക്കുന്നത്? നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വ്യക്തമായ തെളിവിനോടുകൂടി ഞാൻ പറഞ്ഞു, ഈ തെളിവ് മുഴുവൻ കുറച്ചൊക്കെ പോസ്റ്റൽ അല്ല ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരെ എടുത്ത തെളിവ് ഇതിനകത്തുണ്ട്. ഒരു ദിവസം ഇവരെ വിളിച്ച വിളികളൊക്കെ അവർക്ക് വേണ്ട ശിക്ഷ കൊടുത്താൽ ഇവർക്ക് അപ്പീൽ കൊടുത്താൽ മതി. SIG അപ്പീൽ കൊടുക്കാൻ പ്രൊവിഷൻ കൊടുത്തില്ല. ചുരുക്കി പറയാം, ഇവരിത് പുല്ലൂര് നമ്മുടെ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും പാർട്ടി എല്ലാം കൂടെ കൂടിക്കൊണ്ട് എന്ത് ചെയ്തു? അത് കോംപ്രമൈസാക്കി അവരെ മടക്കിയെടുത്തു. ഈ പറയുന്ന 2 പേരും നമ്മുടെ ഡിസ്ട്രിക്റ്റിലുള്ള ഏത് സഭയിൽ പോയാലും അവർ കൈ കൊടുക്കില്ല. അത്ര മോശമായിരുന്നു അവരുടെ പ്രവൃത്തികൾ. തിരുത്താൻ പറ്റില്ല. തിരുത്താൻ പറ്റാത്ത തെറ്റുകളാണ് അവർ ചെയ്തത്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ സൂപ്രണ്ടനെ നേരിട്ട് കണ്ടു. ഇങ്ങനൊരു കാര്യമുണ്ട്, പൊതുവിൽ സംസാരമുണ്ട്, സാറ് അധികാരത്തിൽ വന്നാൽ അവരെ തിരിച്ചെടുക്കുമെന്നും പറഞ്ഞു. അത് മോശമായിരിക്കും, പ്രായമുള്ളവരുടെ ഇടയിൽ അത് മോശമാണ്, ചെയ്യരുത്, അതിന് തെളിവെല്ലാം എൻ്റെ കയ്യിലുണ്ട് ഒന്നും പറഞ്ഞില്ല. സാധാരണ പറയുന്ന മാതിരിയൊന്നും പറഞ്ഞില്ല. കാരണം അപ്പോഴത്തേക്ക് ഈ 2 പേരും ഇവരുമായിട്ടൊക്കെ ധാരണയായി കഴിഞ്ഞു. അപ്പോൾ എന്നോടൊരു വാക്ക് പറയാൻ പറ്റില്ല. ഞാൻ ദീർഘവർഷങ്ങളിൽ നിഴല് പോലെ നടന്ന് ഉപദേശം കൊടുത്ത ആളാണ്. നിഴല് പോലെ കൂടെ നടന്നിട്ട് എൻ്റെ ഒരൊറ്റ ഉപദേശം പോലും അസ്ഥാനത്തായിട്ടില്ല. ശരി, മടങ്ങിപ്പോയിരുന്നു. വീണ്ടും അവസാനം ഒരു പ്രാവശ്യം കൂടെ പോയി പറഞ്ഞു, അത് ചെയ്യരുത്, നമ്മുടെ സമൂഹത്തിൽ അത് കേടാണ്, അത് മോശമാണ്. മറ്റ് സഭകളുടെ ഇടയ്ക്ക് ഇത് ഫ്ലാഷ് ചെയ്ത് കഴിഞ്ഞു. പെന്തക്കോസ്ത് സഭകളിലെല്ലാം ഫ്ലാഷ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ ഞാൻ വേറൊരു സഭയിൽ ചെല്ലുകയാണ്, എൻ്റെ നേരെ ചോദ്യം വരും, നിങ്ങളുടെ മറ്റേ ഡാഷ് കേസ് എന്തായി? ഞാൻ എന്ത് പറയും? നമ്മുടെ ഇമേജ് മോശം ആവുകയാണ്. അപ്പം ഞാൻ സാക്ഷിയായിട്ട് എൻ്റെ ഭാര്യയുണ്ട് കൂടെ, സാറേ അത് ചെയ്യരുത് എന്ന് പറഞ്ഞു. അത്ര പ്ലീസിങ് അല്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് പോരുന്നു. പക്ഷെ ഞാൻ കേട്ടത്, ഞാൻ മാസികയിൽ നിന്ന് തന്നെയാണ് കേട്ടത്, ഇവരെ 2 പേരെയും തിരിച്ചെടുത്ത് ഒരാൾക്ക് സഭയും കൊടുത്തു, മറ്റേ ആൾക്ക് സഭ കൊടുത്തു. ഈ ഒരു മൂല്യച്യുതി, ഇത് പൊറുക്കാനാകാത്ത ഒരു വല്ലാത്ത ധാർമ്മിക രോഷമാണ് എനിക്ക്. അതാണ് ഞാൻ ഈ പരുവത്തിലാകാൻ കാര്യം. ഇന്നത്തെ നിലപാടിൽ ഇങ്ങനെ സംസാരിക്കാൻ കാരണം ദൈവമക്കളായ നമ്മൾ, ദൈവദാസന്മാരായ നമ്മൾ, നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന നമ്മൾ ചെയ്യുന്നത് നീതിയോടെ, ധർമ്മത്തോടെ, മാന്യതയോടെ ചെയ്യണം. നമ്മൾ തെറ്റിനെ കൂട്ടു നിൽക്കാൻ പറ്റില്ല. വ്യക്തമായിട്ടും തെറ്റാണെന്ന് ഇവർക്കറിയാവുന്ന കാര്യം ഇവർക്ക് എങ്ങനെ അറിയാം? അല്ലെ, പറഞ്ഞു കൊടുക്കാൻ തെളിവുണ്ട്. പറഞ്ഞു കൊടുക്കാൻ തെളിവുണ്ട്. എന്തുകൊണ്ട് അവർ തെളിവിനെ അവരെ തിരസ്കരിച്ച് കളയുന്നു? അങ്ങനെയുള്ള ഒരു നേതൃസ്ഥാനത്ത് പോയാൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാകും. അവരവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ വരുമ്പോൾ അത് മൂടിക്കളയും. താല്പര്യമില്ലാത്ത വിഷയം വരുമ്പോൾ അത് പ്രൊജക്റ്റ് ചെയ്ത് അവരെ ശിക്ഷിക്കും.
ഒരു കടയിൽ 2 കച്ചവടം നടക്കില്ല. ന്യായമായിട്ടും ദൈവസന്നിധിയിൽ നീതിയായിട്ടും തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ അവരെ കൊണ്ട് കഴിയണം. ഇനിയും ആ പ്രത്യേക വിഷയത്തിൽ ഇനി ഒരു അല്പം ഫലിതമുണ്ട്. നിങ്ങൾ സഹോദരിമാരിവിടെ ശ്രദ്ധിക്കണം. നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ എനിക്ക് വിഷമം വരും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ കാര്യം ഗ്രഹിക്കുകയൊന്നും വേണ്ട, ഇങ്ങോട്ട് നോക്കിയിരുന്നാൽ മതി. ഇവർ ശ്രദ്ധിച്ചോളൂ. അങ്ങനെ ഒരു ചെറിയ സൈക്കോളജി ഉണ്ട്. ഈ 2 പേരുടെ കേസ് ഇത്ര ഗുരുതരമായ വിഷയം വന്നപ്പോഴേ അന്നത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒരു തീരുമാനം എടുക്കണം. അവർക്ക് ഇതൊരു അച്ചടക്ക നടപടി എങ്ങനെ എഴുതണം എന്നവർക്ക് അറിയാൻ വയ്യ. ആർക്കും അറിയില്ല. അതിൻ്റെ പരാതി എന്താണ്, അതിൻ്റെ തെളിവെന്താണ്, മറ്റേ കക്ഷിയുടെ എതിർപ്പ് എന്താണല്ലേ, അവരുടെ മറുപടി എന്താണ്, നിങ്ങൾ എന്ത് നിഗമനത്തിലെത്തി, എന്ത് തീരുമാനം, ഇങ്ങനെയൊക്കെ ചില വ്യവസ്ഥകളുണ്ട് കോടതിയിൽ. അങ്ങനെ എഴുതാൻ അറിയാവുന്നവരാരും എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇല്ല. പരസ്യമായിട്ട് പറയുകയാണ്. അതിൻ്റെ ഫോം അനുസരിച്ച് എഴുതാൻ അറിയാൻ വയ്യ. ഇവരുടെയൊക്കെ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി 2 വാചകമായി ലെറ്ററുകളിൽ ഇങ്ങനെ എന്തെങ്കിലും ചുരുക്കി അത് തീർന്നു, അത്രേ ഉള്ളൂ. എന്താ കാര്യം, എന്താ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയാൻ പറ്റില്ല. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ തെളിവുള്ള ഞാനും കൂടെ കൂടി കുത്തിയിരുന്ന് പഠിക്കേണ്ടി വന്നു. എന്നെ ഏൽപ്പിച്ചു. ഇതെല്ലാം പരതി എടുത്തപ്പോഴാണ് കാണുന്നത് എന്താ ഇനി പറയേണ്ടത്. രാത്രിയിലും പകലും ഒക്കെയുള്ള പല കാര്യങ്ങളും ഫോണിൽ കൂടെ ഉള്ളതും അല്ലാത്തതും കാണും. ഇത്ര വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും സത്യമായിട്ടും ഉള്ള കാര്യം നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയിട്ട് അതിന് ചെവി കൊടുക്കാൻ പറ്റുന്നില്ല. അത് ഏറ്റെടുക്കുക. അതിനാണ് ചോദിക്കുക, നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവുണ്ട് സാറെന്ന് ചോദിക്കുന്നില്ല. നിങ്ങൾ എന്ത് തെളിവിന്റെ പുറത്താണ് ഇവരെ കുറ്റക്കാരാണെന്ന് പറയുന്നത്? ചോദിക്കില്ല. ചോദിച്ചാൽ തെളിവ് കൊടുക്കും. അവർ 2 പേരും ഇപ്പം വാക്സിൻ നടക്കുന്നുണ്ട്. അസംബ്ലിക്ക് അത് ഭൂഷണമല്ല. ഒരാളിപ്പം യാത്രക്കാർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ആ പാപം തീർക്കുകയാണ്. നാട്ടിൽ പറച്ചിലുണ്ട്, ഇരുമ്പലൊക്കെ വിഴുങ്ങിയിട്ട് ചുക്ക് കഷായം കുടിച്ച വല്ല പ്രയോജനമുണ്ട്. അവർ ചെയ്തത് ഇരുമ്പലൊക്കെയാണ് വിഴുങ്ങിയിരിക്കുന്നത്. അതിൽ ഇരുമ്പലക്കേക്കാട്ടിലും കൂടിയ പാവമാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടിപ്പം കഞ്ഞി കൊടുക്കുക, കഞ്ഞിയുടെ കൂടെ ചോറിൻ്റെ കൂടെ മീൻ പറ്റിച്ച് കൊടുക്കുക, അങ്ങനെയൊക്കെ ഞാൻ കേട്ടത്. ഇതൊന്നും കൊടുത്ത കാര്യം തീരില്ല. ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കണം, തർജ്ജനം ചെയ്യേണ്ടവരെ തർജ്ജനം ചെയ്യണം, ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കണം. നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു പാസ്റ്റർ ബാബു ജോർജ്. ഒരു വിഷയത്തിൻ്റെ പുറത്ത് അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്തു. ഒരു മോറൽ ഇഷ്യൂ ഉണ്ടായിട്ടില്ല. ആ കാര്യത്തിൽ അദ്ദേഹം വളരെ അച്ചടക്കമുള്ള ആളായിരുന്നു. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് എന്തും വേണ്ടി വലിയ വ്യത്യാസം. ഇതാണ് ഞാൻ ഇതിൽ ആരംഭം കുറിക്കാൻ അന്ന് ഞാൻ ഇടപാട് നിർത്തിയ ഒരുമായിട്ടുള്ളത്. ഞാൻ പറയുകയും ചെയ്താൽ ഇനി വലിയൊരു ഓഫീസിലോട്ട് വരില്ല. ഓഫീസിൽ പരിചയമുള്ളവരൊക്കെ പറഞ്ഞു ഇനി ഞാൻ ഓഫീസിലോട്ട് വരില്ല എന്ന്. ഇത്ര മോശമായിട്ട് ലോകപ്രകാരമുള്ള ഒരു ബോഡിയാണെങ്കിൽ, ഒരു പഞ്ചായത്ത് ഓഫീസിലോ അത് ഏതെങ്കിലും ആയിക്കോട്ടെ, ഏതെങ്കിലും ഓഫീസിൽ ഇങ്ങനെ ഒരു ഇമ്മോറൽ കാര്യങ്ങൾ നടന്ന് ശിക്ഷണ നടപടി എടുത്താലേ. നമ്മൾ പ്രസംഗിക്കുന്നത് എന്തുവാ? വിശുദ്ധി. നമ്മൾ പഠിപ്പിക്കുന്നത് എന്തുവാ? വിശുദ്ധി. പ്രവർത്തിക്കുന്നതോ ന്യായമായിട്ടുള്ള കാര്യമല്ല. ഇത് നമ്മുടെ അസംബ്ലീസ് ഓഫ് ഗോഡ് മാതിരിയുള്ള ഒരു വലിയ സമൂഹത്തിനകത്ത് ഒരു മൂല്യച്യുതിയാണ്. ഞാൻ പറയട്ടെ, ഞാൻ ഒരു പെന്തക്കോസ്തുകാരനായിട്ടാണ് ജനിച്ചത്. ഞാൻ വലിയ അവകാശവാദമൊന്നും പറയുന്നില്ല. ഞാൻ ജനിക്കുന്നതിന് ഏതാണ്ട് 10 കൊല്ലം മുമ്പ് എൻ്റെ പിതാവും പിതാവും ഒക്കെ സമുദായത്തിൽ നിന്ന് വിട്ടുപോരുന്നവരാണ്. അന്ന് മുതലുള്ള പെന്തക്കോസിൻ്റെ ജീവിതവും പെന്തക്കോസിൻ്റെ ഭരണവും പെന്തക്കോസിൻ്റെ ശുശ്രൂഷന്മാരുടെ അച്ചടക്കവും വിശുദ്ധിയൊക്കെ ഞാൻ കണ്ടു വളർന്ന ഒരാളാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മളൊരാളെ ഒരു സ്ഥാനത്ത് അവരോധിക്കുന്നത് അവരുടെ കാര്യങ്ങളെ മാന്യമായി
യുക്തമായി നീതിപൂർവ്വം ചെയ്തു കൊടുക്കണമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ്. അല്ലെങ്കിൽ നമുക്ക് നിരാശയുണ്ട്. ഞാൻ പറയട്ടെ, എങ്ങനെയാണ് നമ്മളെ ഭരിക്കുന്നവർ, ഞാൻ പറഞ്ഞ ഞാരുടെയും പേര് പറയില്ലേ, ഇന്നൊരുത്തരുടെ പേര് പറയില്ല, അങ്ങനെ വാക്ക് പറഞ്ഞിട്ടാണ് പോരുന്ന വീട്ടിൽ. നമ്മളെ ഭരിക്കുന്നവരെ, നമ്മളെ തിരഞ്ഞെടുത്തവരെ എങ്ങനെയാണ് ആ ഭരണ സംവിധാനം വരുന്നത്? ഞാൻ ദിവസങ്ങളിൽ ചിന്തിച്ചു. ഒന്ന്, ജസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നമ്മൾ ഈ വഴിയൊക്കെ നടന്നു പോകുമ്പോൾ ഒരു പഴുത്തമാങ്ങ വീണോ നമ്മളെടുത്തു, അബദ്ധത്തിൽ കിട്ടുക. അങ്ങനെയാണ് ചിലർക്ക്. ഒരു നേതാവ് മരിക്കുന്നു, അടുത്ത ആളിന് ചാൻസ് കിട്ടുന്നു. ഒരാളിൽ എന്ത് ഒരു പദവി പറഞ്ഞാൽ അബദ്ധത്തിന് കിട്ടുന്നതാണ് പലർക്കും ഈ പദവി. അത് ഇരുന്നിട്ട് പിന്നെ പെരുത്ത് വരികയാണ്. വേറൊരു ഗ്രൂപ്പുണ്ട്, ദൈവികമല്ലാത്ത, ദൈവഹിതപ്രകാരമല്ലാത്ത ഇലക്ഷൻ പ്രകാരം കയറി വരും. അതിനെ പറയാൻ ലജ്ജയുണ്ട്. പാനല്, ഗ്രൂപ്പ്, സ്ട്രാറ്റജി, എന്ത് വേണ്ട, ലോകപ്രകാരമുള്ള ആൾക്കാർ ചെയ്യുന്നതിനെക്കാട്ടി വഷളായിട്ട് രാത്രി പകലും അതിനുവേണ്ടി അധ്വാനിച്ചാണ് ഓരോരുത്തരും ഓരോ പദവിയിൽ കയറി വരുന്നത്. അതുകൊണ്ട് എന്ത് പറ്റുന്നു? ആ പദവിയുടെ ഉദ്ദേശം അറിയാൻ വയ്യ, ലക്ഷ്യം അറിയാൻ വയ്യ, ചെയ്യേണ്ട കർത്തവ്യങ്ങളെന്ന് അറിയാൻ വയ്യ. കുറച്ച് പണം മുടക്കി കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ പല കാര്യങ്ങളും നടക്കും. അത് ദൈവികമല്ല, ആത്മികമല്ല, ദൈവമക്കൾക്ക് പ്രയോജനമല്ല. ഞാൻ കാട്ടാക്കടയിൽ ഒരു സംഭവം ഞാൻ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ മീറ്റിങ്ങിൽ അസർത്തെ വന്നത്. ഇവിടുത്തെ ദക്ഷിണ മേഖലയിലെ മേഖലാ ഡയറക്ടർ ആദ്യം ഒരു കത്ത് ഞാൻ വായിച്ചു. ആ കത്ത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? അതിൽ ടെക്നിക്കലായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഒരാളുടെ പദവിയിൽ ഇരിക്കാൻ അർഹനല്ലെങ്കിൽ പ്രയോജനമില്ല. ഞാൻ വില കൊടുത്ത് മേടിക്കുക, ഞാൻ ഗ്രൂപ്പ് കളിച്ച് മേടിക്കുക, കാശിറക്കി മേടിക്കുക, എന്തിനാ ഇതെന്തുവാ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ കൊച്ചാക്കി പറയുകയല്ല, കളിയാക്കുകയല്ല. ഒരു മേഖലാ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ഓഫീസിൻ്റെ ഒരു പിയൂണിൻ്റെ വിലയുണ്ടോ? സെക്രട്ടറിയുള്ള പറയാൻ നിങ്ങൾ പറ. ഒരു പഞ്ചായത്ത് ഓഫീസിലെ ഒരു പിയൂണിൻ്റെ വിലയുണ്ടോ നമ്മുടെ ഒരു ഡയറക്ടർക്ക് സെക്കുലർ വേൾഡിൽ? അവിടുത്തെ നിൽക്കുള്ളൂ, വാങ്ങുമ്പോൾ നിൽക്കുള്ളൂ, അത് കയറാൻ പറ്റില്ല. ഞാൻ ആ കത്ത് കണ്ടു, 14/8 ഒരു കത്ത് കണ്ടു, നന്നായിട്ട് വായിച്ചു. അത് കഴിഞ്ഞിരിക്കുന്ന അസംബ്ലീസ് ഓഫ് കോഡ് സൗത്ത് SIAG മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ കേട്ടോ, സദേൺ റീജിയൻ. ഇത് കഴിഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത് രജിസ്ട്രേഷൻ നമ്പർ. അപ്പോൾ ഈ രജിസ്ട്രേഷൻ നമ്പർ ഞാനാണ് എടുത്തു കൊടുത്തത്. അത് സദേൺ റീജിയൻ്റെ രജിസ്ട്രേഷൻ നമ്പറായിട്ട് ഇപ്പോൾ വരുന്നത്. ശ്രദ്ധിക്കണം, നോക്കിയായിരുന്നു അത്. അസംബ്ലീസ് ഓഫ് കോഡ് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ, അടുത്തത് സദേൺ റീജിയൻ, പിന്നെ എഴുതിയിരിക്കുകയാണ് രജിസ്ട്രേഷൻ നമ്പർ. അങ്ങനെയുള്ള ഒരു ലെറ്റർ ഹെഡിൽ ഇങ്ങനെയൊരു കത്ത് എഴുതി വിടാൻ ആരെങ്കിലും അദ്ദേഹത്തിന് അനുവാദം കൊടുത്തിട്ടുണ്ടോ? അറിവുകേടാ. ചില കാര്യങ്ങൾ എന്നോട് ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ പറയണത്, എന്നെ പലരും എന്നെ ഉപദേശിക്കുന്നുണ്ട്, ശാസിക്കുന്നുണ്ട് പല കാര്യത്തിൽ. ഇത് ഒരുതരം അല്പത്തരമാണ്. ഒരു മേഖലാ ഡയറക്ടറാണെന്ന് പറഞ്ഞ് ഒരു വലിയ ലെറ്റർ ഹെഡൊക്കെ അടിച്ച്, എംബ്ലമൊക്കെ വെച്ച് വലിയ ലെറ്റർ ഹെഡൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് പക്വതയുള്ള ഒരാളാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല. അതിനകത്ത് വേറൊരു കത്ത് സഭയുമായിട്ട് ബന്ധപ്പെടാത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിന് താഴെയുള്ള ശുശ്രൂഷന്മാരുടെ ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയമില്ലാതൊന്നും അതിനകത്ത് എഴുതില്ല. ഒരാളെ ശാസിക്കാനോ നിയന്ത്രിക്കാനോ വിനിവേഴ്സ് കൗൺസിലിനെ ശരിയാക്കണമെന്നും ഒട്ടും അറിയാൻ വയ്യ. ഞാൻ നോക്കി, തമാശ പറയാം, അതിൽ ഒപ്പിട്ടിരിക്കുന്നത് ആർച്ച് ബിഷപ്പിൻ്റെ ഒപ്പുമാതിരിയാണ്. നിങ്ങൾ നോക്കണം, ഒപ്പം നോക്കണം. ആലഞ്ചേരി പിതാവിൻ്റെ ഒപ്പ് മാതിരി അങ്ങനെ ഇങ്ങനെ, അതായത് ഒരു കുരിശും കൂടെ വരച്ചിരുന്നെങ്കിൽ അത് കറക്റ്റായി. അറിവില്ല.
ആ പൊങ്ങത്തരം, അല്പത്തരം അത് പൊങ്ങി വരികയാണ്. വീണ്ടും കണ്ടു, ഒരു പേപ്പർ കട്ട് കണ്ടു, സഭാജനങ്ങൾക്കുള്ള ഒരു ഉപദേശമാണ്. ഞാൻ ചോദിക്കുന്നത്, മൂന്ന് മേഖലാ ഡയറക്ടർമാരുണ്ട്. അതിൽ ഏറ്റവും താഴ്ന്ന ആൾ അദ്ദേഹമാണ്, പുതുതായിട്ട് വന്ന ആൾ. മറ്റവരൊക്കെ കുറച്ച് വർഷങ്ങളായിട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്ന ആൾക്കാരാണ്. ഒരു പരിചയമില്ലാത്ത ആളാണ്. പുള്ളിക്കാരനെ, അദ്ദേഹത്തെ മലയാളം ഡിസ്ട്രിക്റ്റിലെ എല്ലാ സഭകളെയും പ്രബോധിപ്പിക്കാൻ ആരാ ഓതറൈസേഷൻ കൊടുത്തിരിക്കുന്നത്? അപ്പം മറ്റൊരു രണ്ടും വെറുതെ ഇരിക്കുന്നത്? അല്ലെ മറ്റൊരു രണ്ട് ഇടപെടണം. നിങ്ങൾക്ക് എൻ്റെ റീജിയനിലൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, അത് പ്രത്യേകിച്ച് പറയണം. അത് തെക്കൻ അവിടെ പറഞ്ഞാൽ മതിയായിരുന്നു. ഇദ്ദേഹം ഇതിൻ്റെ മൊത്തം വക്കാലത്ത് ഏറ്റെടുക്കുക. നമ്മുടെ അസംബ്ലിയുടെ മൊത്തം വക്കാലത്ത് എടുക്കുകയാണ്. പുള്ളി അടുത്ത സൂപ്രണ്ടാകാനോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടു, അടുത്ത സൂപ്രണ്ടാകാനോ അടുത്ത അസിസ്റ്റന്റ് സൂപ്രണ്ടാകാനോ ഒക്കെ മനസ്സിൽ ധാരണ കാണും. നാടൻ ഭാഷ പറഞ്ഞു, ഈ പയ്യൻ സർ ഈ മൊത്തം അസംബ്ലിയുടെ ചുമതല ഏറ്റെടുത്ത് എല്ലാവരെയും ഉപദേശിക്കണം. നിങ്ങൾ അങ്ങോട്ട് പോകരുത്, അത് ശരിയല്ല, അത് നിങ്ങളെ ചീറ്റ് ചെയ്യും, നിങ്ങളെ കൊണ്ട് അവിടെ കാടിക്കും ഇവിടെ ചാടിക്കും എന്ന് പറഞ്ഞു. ഈ കാര്യങ്ങൾ ചോദിച്ചില്ലെങ്കിൽ, ചോദിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിനോട് ചോദിക്കണം, നിങ്ങൾ ആരെങ്കിലും ഓതറൈസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ലെറ്റർ ഹെഡും ഇതും കൂടെ വെച്ചിട്ടാണ്. ഈ ലെറ്റർ ഹെഡിൽ ഇങ്ങനെ കത്തുകൾ എഴുതാനായിട്ട് സഭാപരമായ കത്തല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഓതറൈസ് ചെയ്തിട്ടുണ്ടോ? പവർ ഓഫ് അറ്റോർണി കൊടുത്തിട്ടുണ്ടോ? പത്രത്തിൽ ഇങ്ങനെ തെക്കൻ ജില്ലയിലെ, തെക്കൻ ഡിസ്ട്രിക്റ്റിലെ ഒരു ഡയറക്ടർ എല്ലാ ഡിസ്ട്രിക്റ്റും കവർ ചെയ്യത്തക്കനുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ശരിയാണോ? അറിവുകേട്, വളരെ അറിവുകേടാണ്. പ്രത്യേകിച്ച് ഈ തെക്കൻ റീജിയനിലുള്ള ആൾക്കാർ നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ ആരാലാണ് ഭരിക്കപ്പെടുന്നത്, നിയന്ത്രിക്കപ്പെടുന്നത്? പക്വതയുള്ള ആളാണോ? ദൈവകൃപയുള്ള ആളാണോ? ഇതെങ്ങനെ കിട്ടി? ഈ പദവി എങ്ങനെ കിട്ടി? എങ്ങനെ വാങ്ങി? ഒരു കണക്കിന് പറഞ്ഞാൽ ഇത് വില കൊടുത്ത് മേടിച്ചതാ. ബിലീവേഴ്സ് ഫോറത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ ഇന്നത് ചെയ്യരുത്, ഇന്നടത്ത് പോകരുത്, തുടരുത്, നോക്കരുത്, രുചിക്കരുത് എന്നൊക്കെ പറയത്തക്കണമുള്ള ഒരു അധികാരം ആർക്കും കൊടുത്തിട്ടില്ല. നമ്മൾ നിൽക്കുന്നത്, നമ്മൾ കടന്നു വരുന്നത്, നമ്മൾ കൂടി നിൽക്കുന്ന സമൂഹത്തിലെ ഉള്ള മൂല്യച്യുതികൾ, അതിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, ന്യായമല്ലാത്ത കാര്യങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കുന്ന കാര്യങ്ങൾ, അത് ഒഴിവാക്കിയെടുക്കുകയാണ്. അടൂർ വെച്ച് പറഞ്ഞു ഭരണഘടനയുടെ വിഷയങ്ങൾ, അത് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ വന്ന് ഇവിടെ മീറ്റിംഗ് കൂടുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ശുശ്രൂഷന്മാർ ഉൾപ്പെടെ അത് സന്തോഷം കാണില്ല. നമ്മളെ ഒരു റിബൽ പാർട്ടിയായിട്ട് വെച്ചിരിക്കുകയാണ്. റിബൽ പാർട്ടി അല്ല, അന്യായം ചെയ്തു പോകുമ്പോൾ ഈ മലയാളത്തിൻ്റെ ഭാഷയുണ്ട്, അശ്വമേധം. ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റാത്തൊരു കുതിരയായിട്ട് ഇങ്ങനെ പോകുന്നു. അല്ല, അതിനെ പിടിച്ചു കെട്ടാൻ പറ്റണം ആർക്കെങ്കിലും. ആ അശ്വമേധത്തിനെ പിടിച്ചു കെട്ടണം. ഇത് ഒരു മജോറിറ്റി കിട്ടി അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ചെയ്യുന്ന വേറെ ഓരോരോ കാര്യങ്ങൾ ഭാവിക്ക് വേണ്ടി ഓരോ പഴുതടക്കുകയാണ്. ഇനിയും നമുക്ക് വരാൻ പോകുന്ന ബുദ്ധിമുട്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ബിലീവേഴ്സിന് ഉൾപ്പെടെ ഉണ്ടാക്കി വേണമെങ്കിൽ ഭരണഘടന ചേർക്കും. ഓൾറെഡി ഇറക്കി കഴിഞ്ഞ ഓരോന്ന് കത്തുകൾ. അതുകൊണ്ട് നാം എന്തിനു വേണ്ടി നിൽക്കുന്നു, എന്തിനു വേണ്ടി ബുദ്ധിമുട്ടുന്നു എന്നുള്ള കാര്യം വ്യക്തത വേണം. ആരെയും കുറ്റപ്പെടുത്താനല്ല. ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ശരിയല്ലാത്ത കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെങ്കിൽ നമ്മളെ നടത്തുവാൻ ധനശാലികളായിട്ടുള്ള ആളുകൾ എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്ക് പറയുന്നത്. ധനശാലികൾ വേണം. കാര്യങ്ങൾ കുറച്ച് കണ്ടുമടുത്തവൻ എന്താണ് ഒരു പഴഞ്ചലുണ്ടല്ലോ, കണ്ടുമടുത്തവനും ഉണ്ടുമടുത്തവനും. ഇതൊന്നും അറിയാത്തൊരു പെട്ടെന്ന് ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കൊടുത്ത തകരാൻ പെട്ടെന്ന് അധികാരത്തിൽ വന്നു. എന്ന് അധികാരം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അധികാരമൊന്നുമില്ല. ഇനി ഈ ലെറ്റർ കെട്ട് കൊണ്ട് പോലീസ് സ്റ്റേഷൻ വേണമെങ്കിൽ പോകും, മടിക്കില്ല. ഒരു സീലും കൂടെ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു പോലീസും കൂടെ വെച്ച് അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ മുമ്പിൽ കാര്യങ്ങൾ. പിന്നെ അർത്ഥം അറിയാം, ഏതാണ് വലിയൊരു കാര്യമാണ് തലയിലിരിക്കുന്നതാണ്. ഒരു കാര്യമല്ലിത്. ഞാൻ പരസ്യമായിട്ട് പറയണം, അസംബ്ലി സ്കോഡിൻ്റെ മേഖലാ ഡയറക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റ്
സെക്കുലർ വേൾഡിൽ വലിയ സാധനമല്ലത്. നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചു, ഒരുത്തരെ ഇങ്ങനെ ആക്കി വെച്ചു, അങ്ങനെ 3-4 പോസ്റ്റ് വേണം. ഇവരെന്താ എന്ത് പരിഷ്കാരമാണ് ചെയ്യുന്നത്? എന്തെങ്കിലും ഉപദ്രവങ്ങൾ ചെയ്യാൻ പറ്റില്ല, ഉപദ്രവം അത് ചിന്തിച്ചാൽ മതി. അപ്പോൾ ബിലീവേഴ്സിനെ വിമർശിക്കുവാൻ, ബിലീവേഴ്സിനെ താക്കീത് കൊടുക്കുവാൻ, തിരുത്തൽ കൊടുക്കുവാൻ ഒന്നും ഈ പറഞ്ഞ ആള്, ഇവിടുത്തെ മേഖല ഡയറക്ടർ അല്ലേ, പുള്ളിക്കാരൻ അതിനെ അർഹനല്ല. അതിനുള്ള ചീട്ടൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. അത് തിരുത്തുവാൻ, അത് ശരിയല്ല, അത് ശ്രദ്ധപ്പെടുത്തണം. അത് തെറ്റാണെന്ന് പുള്ളിക്ക് സമ്മതിപ്പിക്കണം, മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ തന്നെ സഭയുടെ നടുവിലെ പ്രസ്ഥാനത്തിൽ വരുന്ന മൂല്യച്യുതികൾ, തെറ്റുകൾ വിശ്വാസികളിടയ്ക്കായാലും ശുശ്രൂഷന്മാരിടയ്ക്കായാലും വരുന്ന മരണത്തിന് കാരണമായ പാപങ്ങൾ വരെയുണ്ട്. അത് കണ്ടാൽ ഒരു കാര്യം കൂടി എന്നോട് പറയുന്നു. പോലീസ് അധികാരം എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുക്കരുത്. വലിയ അപകടമാണ്. കോടതിയുടെ അധികാരം എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുക്കരുത്. വലിയ അപകടമാണ്. അതിൻ്റെ ഖനനം നിങ്ങൾക്ക് അറിയാൻ വയ്യ, അതിൻ്റെ കോൺസിക്വൻസ് അറിയാൻ വയ്യ. വലിയ തെറ്റ് അറിഞ്ഞുകൂടെങ്കിൽ കാര്യങ്ങൾ പറയുന്നവർ മനസ്സിലാക്കണം, പറഞ്ഞു കൊടുക്കുന്നവർ മനസ്സിലാക്കണം. അവരുടെ ധാരണ അവരെ റവന്യൂവിനെക്കാട്ടിലും കോടതിയെക്കാട്ടിലും പോലീസിനെക്കാട്ടിലും വലിയ ആളാണ്. അതെങ്ങനെ വരും? അവർക്ക് താല്പര്യമുള്ള ആളാണെങ്കിൽ അതങ്ങ് തീരും, അല്ലെങ്കിൽ അവർ പ്രൊജക്റ്റ് ചെയ്യും. പല കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിലുള്ളതൊന്നും പറയുന്നത് ഭൂഷണമല്ല, അത് അപകടമാണ്, ഞാൻ പറയുന്നില്ല. അവർക്ക് അവരുടെ ജൂറിസ്ഡിക്ഷൻ, അവരുടെ പവർ എന്താണെന്ന് അവർക്ക് അറിയാൻ വയ്യ. വളരെ പരിമിതമാണ്. കഷ്ടം. ലോകവിഷയങ്ങളിൽ ഇടപെടുവാൻ അവരെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല. അവർ തീരുമാനമെടുക്കാൻ റെഡിയാ, ഏത് കേസ് വന്നാലും. എങ്ങനെ പൊട്ട ധൈര്യം വന്നവർക്ക്? ആകയാൽ വ്യക്തമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ, വ്യക്തമായിട്ടും നീതി നടപ്പിലാക്കുവാൻ എനിക്കൊക്കെ വലിയ പ്രതീക്ഷയാണ്. നമ്മുടെ നേതാക്കന്മാരെ വളരെ നീതിബോധത്തോടെ കാര്യങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടും മാറാതെ ചെയ്യും. എന്തുകൊണ്ട് അവരെ കൊണ്ട് പറ്റുന്നില്ല? അവർക്കൊരു പാർട്ടിസാൻ സ്പിരിറ്റ് ഉണ്ട്. അവരുടെ ആൾക്കാർ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ഞാൻ പറയുന്നില്ല. നമ്മുടെ പല സ്ഥാപനങ്ങളും നശിച്ചു പോയത് അങ്ങനെയാണ്. നിങ്ങൾക്കറിയാമോ? അതുകൂടെ പറഞ്ഞിരിക്കാം. തൂങ്ങാമ്പാറ ഒരു ബൈബിൾ സ്കൂളുണ്ട്, അറിയാം? തൂങ്ങാമ്പാറ നമ്മുടെ ബെത്തനി ബൈബിൾ കോളേജ്. അതിനൊരുപാട് പണം വെളിയിൽ നിന്നൊക്കെ സമാഹരിച്ചാൽ ചെയ്യുന്നു. ഒരുപാട് പണം, ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റിയൊരു സോഴ്സ് ഇത് വെച്ചിരിക്കുകയാണ്. ആ കോളേജിൽ ഞാൻ കുറേ കാലം അതിൻ്റെ ഒരു ചുമതല, ഒരു ഓവർസീയിങ് ആയിട്ട് ഞാനവിടെ പോകാറുണ്ട്. ഒരു പ്രത്യേക സമയത്ത് ഞാൻ ചുരുക്കുകയാണ്, ആ ബൈബിൾ കോളേജ് പൂട്ടേണ്ട അവസ്ഥ വന്നു. ബലമായി പൂട്ടിക്കേണ്ടി വന്നു. അവിടെ പുറത്തുനിന്ന് രാഷ്ട്രീയക്കാർ കയറി. അവിടെ പഠിച്ചുകൊണ്ടിരുന്ന 2 കുട്ടികൾ, മിനിസ്റ്ററിൽ 2 പേര് രാത്രി അസമയത്ത് ജീവനും കൊണ്ട് അവരെ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവരെ ശരിയാക്കി. ഞാൻ അമേരിക്കയ്ക്ക് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, സംഗതി അപകടമാണ്, എല്ലാ പാർട്ടിക്കാരും അവിടെ കയറുന്നുണ്ട്, അവർ ചുമതല കൊടുത്തിരിക്കുന്ന ആൾക്കാരെ അവരെ വിളിച്ചു വരുത്തുന്നതാണ്, മനസ്സിലാവുന്നവർക്ക് മനസ്സിലാകും. അവിടെ എന്തുമാത്രം നാശവും നഷ്ടവും, അതായത് അവിടുത്തെ ക്ലാസ്സുകൾ നമുക്ക് അത്ര നഷ്ടപ്പെട്ടെന്നറിയാം. കാരണം
അത് നടത്തുന്ന ആൾക്കാരുടെ മച്ചാനായിരുന്നു അവിടെ കാര്യം നടത്തിക്കൊണ്ടിരുന്നത്. അത്ര പറയുന്നത്. അന്നത്തെ കോളേജിൻ്റെ ഡയറക്ടറുടെ ബന്ധു അടുത്ത ആളാണ് അവിടുത്തെ സകല കാര്യങ്ങളും ചെയ്തത്. ഈ പാർട്ടിക്കാരെ വിളിച്ചതും ഈ രണ്ടുപേരെ തല്ലാനും കുത്താനും ഒക്കെ അറേഞ്ച് ചെയ്തില്ല. 7 ദിവസത്തിൽ അത് പൂട്ടിയിട്ടു. ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഒരൊറ്റ ആളിൻ്റെ പ്രവൃത്തിദോഷം കൊണ്ട്, വാശി കൊണ്ട്, വൈരാഗ്യം കൊണ്ട്, പിടിവാശി കൊണ്ടാണ് ആ കോളേജ് ദീർഘദിവസങ്ങൾ പൂട്ടിയിടാൻ ഇടയായത്. അപ്പം നമ്മുടെ ഭരണ സംവിധാനം എന്താണ്? നമുക്ക് വലിയ നിയന്ത്രണമുണ്ടോ? ഇല്ല. ഇപ്പോൾ കോളേജ് നടക്കുന്നില്ലല്ലോ. ഒന്നിട്ട് ഉദാഹരണം പറഞ്ഞു. ഇത് നമ്മൾ, അതായത് പക്ഷപാതപരമായി പ്രവർത്തിക്കുക. നിങ്ങൾ എന്നെ ഒരു പദവിയിൽ ഇരുത്തിയാൽ ഞാനത് മാന്യമായി ചെയ്യണം. അതിൽ പെടുന്ന ചില രാഷ്ട്രീയക്കാരുടെ മാതിരി എൻ്റെ ആൾ നമ്മൾ ചെയ്യുന്ന കാര്യം കർത്താവിന് എന്നാണ് ചെയ്യണം. നമ്മളെ ആരും നമ്മളെ കുറ്റം പറയാൻ ഇടയാകരുത്. ഒരു ശത്രു പോലും നമ്മളെ കുറ്റം പറയാൻ ഇടയാകില്ല. അവൻ ചെയ്ത ആ നടപടി ആരാ ചോദിക്കാനുള്ളത്? നോബഡി ടു ക്വസ്റ്റ്യൻ. സത്യം പറഞ്ഞാൽ ആർക്കും അറിയാനും വയ്യ. എനിക്ക് അധികം മുമ്പോട്ട് പോയാൽ ഞാൻ പറഞ്ഞ വാക്ക് തെറ്റിപ്പോകും. അതുകൊണ്ടാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ലോകപ്രകാരമുള്ള ഒരു ഏത് ഫോറത്തിൽ നമ്മൾ ചെന്നാലും അവിടെ ചില ന്യായങ്ങളുണ്ട്, ചില മെത്തേഡ്സ് ഉണ്ട്. പണസംബന്ധമായ കാര്യങ്ങളായിരുന്നാലും, അച്ചടക്ക വിഷയങ്ങളായിരുന്നാലും, ശിക്ഷണ നടപടിയിലായിരുന്നാലും ഒക്കെ നമുക്കതില്ല. ഇത് ഒരാളിനോട് പറഞ്ഞ് നമ്മുടെ കാര്യമല്ല, ഒരു വലിയ ഓഫീസിലെ ട്രാൻസ്ഫറിൻ്റെ കാര്യം വന്നപ്പം അവരതിനകത്ത് ട്രാൻസ്ഫറിന് ആപ്ലിക്കേഷനൊക്കെ വിളിച്ച് അടിയിൽ എഴുതി പേഴ്സണലായിട്ട് ആരും വന്നിട്ട് ട്രാൻസ്ഫറിൻ്റെ കാര്യങ്ങൾ അപേക്ഷിക്കരുത്, എല്ലാവരും പറയാനുള്ള കാര്യം എഴുതി തന്നാണ്. അത് കഴിഞ്ഞപ്പോൾ ഒരാളെന്തോ പറഞ്ഞപ്പോൾ പറഞ്ഞു, യു കോൾ ദ മാൻ, അല്ലെങ്കിൽ യു ടെൽ ദ നെയിം ഓഫ് ദി ആപ്ലിക്കൻ്റ്, തന്നെ വിളിച്ച് ഞാൻ ആളിൻ്റെ പേര് പറഞ്ഞത് ബാക്കി കാര്യം. നിയമം എന്താണെന്നറിയാം? ആരും വ്യക്തിപരമായിട്ട് വന്നിട്ട് കാണരുത്. പക്ഷെ വല്ലോണ്ട് ആരുടെ കാര്യം പറഞ്ഞ പേര് പറ. അപ്പം ഞാൻ ചെയ്തത് നമ്മുടെ സംവിധാനത്തിലെ, നമ്മുടെ ഭരണത്തിൻ്റെ നടുവിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കുറ്റം പറയാനല്ല. ഇതൊന്ന് നേരെയാക്കി എടുക്കണമെങ്കിൽ, ഇത് മറ്റ് സഭകളെ പോലെ മാന്യമായിട്ട് പ്രശംസനീയമായിട്ട് മുൻപോട്ട് പോകണമെങ്കിൽ ഈ കുത്തഴിഞ്ഞ, അങ്ങനെ ആവാക്കേ പറ്റുള്ളൂ, ഈ കുത്തഴിഞ്ഞ, ഇപ്പോൾ അവിടെ മാനേജറില്ല, ടോം അവിടെ ഇല്ല, ഈ കുത്തഴിഞ്ഞ ഈ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസമാണ്. ഇതെങ്ങനെയാണ് പ്രസ്പിറ്റർമാരെ നിയമിക്കുന്നത്? എങ്ങനെയാണ് മേഖലാ ഡയറക്ടർമാരെ എങ്ങനെ നിയമിക്കുന്നത്? പ്രസ്പിറ്റർമാരെ നിയമിക്കുന്നതിന് ടെക്നിക്ക് നിങ്ങൾക്ക് അറിയാമോ? ഇവർക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് താല്പര്യം ഒരാളെ പ്രസ്പിറ്ററാക്കണം. അതുകൊണ്ട് ആ പ്രസ്പിറ്റർ ഇരിക്കുന്ന അവിടത്തേക്ക് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ അടുപ്പിച്ചു കൊടുക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം ഞാൻ പ്രസ്പിറ്ററുടെ പോസ്റ്റിലേക്ക് നിൽക്കുകയാണ്. എനിക്ക് ജയിക്കണം, എന്നെ ജയിപ്പിച്ചെങ്കിലേ അവർക്ക് പ്രയോജനമുള്ളൂ, ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യുന്ന പാസ്റ്റർമാരെ ഞാൻ ഇരിക്കുന്ന സെക്ഷനിലേക്ക് മാറ്റി അങ്ങനെയുണ്ട്. ഇതൊന്നും ദൈവവചനത്തെ നിരക്കുന്നതല്ല. സത്യത്തിൽ ഈ നേതൃത്വവും ഈ ഭരണ സംവിധാനവും ഒന്നും ദൈവ നീതിക്ക് ചേരുന്നതല്ല. മറ്റു സഭകളെ നോക്കണം. ഇങ്ങനെ ഗ്രൂപ്പ് പിടിച്ചും പാനൽ പിടിച്ചും രാത്രിയും പകലും ആൾക്കാരെ പിടിച്ച് വീട്ടിൽ സംഘടിപ്പിച്ചും ഇലക്ഷൻ തന്ത്രങ്ങൾ മെനഞ്ഞൊന്നും ഇത് ശരിയായ കാര്യമല്ല. നമ്മൾ പ്രവർത്തിക്കുന്നത് പ്രസംഗിക്കണം. നമ്മുടെ പ്രസംഗവും പ്രവൃത്തിയും തമ്മിൽ രണ്ടായിട്ട് ഒരുപാട് കാണുന്നു, ഒരുപാട് വ്യത്യാസം കാണുന്നു. ഉദാഹരണം ഒന്നും പറയുന്നില്ല. ദൈവദാസന്മാരെന്ന് പറഞ്ഞാൽ അവരെ പ്രസംഗിക്കുന്ന കാര്യം, അവർ ഉപദേശിക്കുന്ന കാര്യം അവരുടെ ഭരണപരമായ കാര്യങ്ങൾ നേടിക്കണം. നമ്മൾ ഒരുപാട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രിയ സഹോദരൻ, പ്രിയ തങ്കപ്പ സഹോദരൻ, ഇവിടെ ചെയ്യുന്ന പല പ്രവൃത്തികളും ഞാൻ കേട്ടിട്ടുണ്ട്, അറിയുന്നുണ്ട്.
നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകാതെ സൽപ്രവൃത്തികൾക്കായിട്ട് നമ്മൾ വിളിക്കപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കി പിന്നെയും പിന്നെയും ആ സഹായങ്ങൾ ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ. എന്നെ ആദ്യമേ പറഞ്ഞു ഇത്രയും ദൂരം നിന്ന് വന്നതാണ്. ഞാൻ ഇന്നോട് വരാൻ കാര്യം അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ ഒരു റിക്വസ്റ്റായിരുന്നു. വരണം 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 എന്നുള്ളൊരു ആത്മാർത്ഥമായിട്ടുള്ള, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്ന് വരില്ല. ഞാൻ എൻ്റെ ഓർമ്മയിൽ ഇതുവരെ ഞാൻ സഭായോഗം മുടക്കിയിട്ടില്ല. പക്ഷേ ഇന്നത്തെ സഭായോഗം മുടങ്ങി. ഐ ആം സോറി. അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് ആ പ്രിയപ്പെട്ടവൻ പറഞ്ഞതുകൊണ്ട് ഞാൻ കടന്നു വന്നു, നിങ്ങളുടെ ഇവിടെ സംബന്ധിച്ചു. മേലിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ വാശിയല്ല, വൈരാഗ്യമല്ല, പകയല്ല, വല്ല വിധേനയും നമ്മളിവിടെ വന്ന് ഇതിനു വേണ്ടി പ്രാർത്ഥനയും കൂടി ചെയ്യും. വല്ല വിധേയം നമ്മുടെ സഭ, നമ്മുടെ സമൂഹം മറ്റ് സമൂഹങ്ങളുടെ മുൻപിൽ മാന്യമായി നിൽക്കുവാൻ, അവരുടെ അത്രയെങ്കിലും സ്റ്റാൻഡേർഡ് നിൽക്കുവാൻ കഴിയട്ടെ. ഇത് പുറമേ ഉള്ളവർക്ക് അറിയാം കാര്യങ്ങളെല്ലാം. ഒരുപാട് കാര്യങ്ങൾ സ്കൂളിൻ്റെയൊക്കെ ഉണ്ട്, ഒന്നും പറയുന്നില്ല. കുറച്ച് തെളിവുകളൊക്കെ പുറത്ത് വരുമ്പോൾ പറയാം. പ്രത്യേകം എന്നെ വിളിച്ച ഇതിന് ചുമതലക്കാർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് മേലിലും വടക്കം ഭാഗത്ത് ഉള്ള ദൈവമക്കളെ കൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ക്രമീകരണങ്ങൾ നടത്തണമെന്ന് ഞാൻ അറിയിച്ചുകൊണ്ട് എല്ലാ ഭാവുക ആശംസകൾ നേർന്നുകൊണ്ട് പ്രത്യേകിച്ച് സ്റ്റേജിലിരിക്കുന്നവർക്ക് സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.